അടുത്ത വീഡിയോ ആണോ? നല്ലൊരു ടേസ്റ്റ് കേട്ടോ. നെയ്യ് വെച്ചാല് മസാലയൊക്കെ 450 ബട്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈസ് ആണ് കേട്ടോ ഉള്ളത്. ഞാൻ ബിസ്കറല്ലാന്ന് വിചാരിച്ചോട്ടെ. അപ്പൊ ഒക്കെ ശ്രദ്ധിച്ച് കണ്ടോ കേട്ടോ ഗോയ്സ്, ഇതൊരു വെറൈറ്റി ബിരിയാണി വെക്കലാണ്. Hey guys, welcome back. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മളിന്ന് രാവിലെ തന്നെ ഭയങ്കര വെയിലായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഏതായാലും എന്തെങ്കിലും എന്താ പറയുക റൂമിൽ കിടന്നൂടെ ഗൈസ്, അത്രയും ചൂട്. ഇനിയിപ്പോൾ AC വെച്ചാൽ തന്നെ AC ഓഫാക്കി കഴിഞ്ഞാൽ അവിടെ നിൽക്കണ്ടേ. അപ്പോൾ എന്തെങ്കിലും മരങ്ങളൊക്കെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. മരങ്ങളല്ല, എന്തോ മാവോ റംബൂട്ടാൻ എന്തെങ്കിലുമൊക്കെ വെച്ചോ, എന്താണെന്നുള്ളത് ഫിക്സ് ആയില്ല. ഏതായാലും നമ്മൾ ഇതാക്കണം ഇവിടെ എത്തിക്കുന്നു. ഇവിടുന്ന് നമ്മളൊന്ന് ഫസ്റ്റ് ഒന്ന് നോക്കി ഏതാ എടുക്കണം എന്നുള്ളത് ഒന്ന് നോക്കാം, എന്നിട്ട് ഏതെങ്കിലും ഒന്ന് എടുക്കാം. അടിപൊളിയാ. നമ്മളിവിടെ അടുത്ത് വന്ന കാര്യം മറ്റേ ബോഗൻവില്ലേക്ക് എടുത്തില്ല, ആ സ്ഥലത്ത് തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏതായാലും നമ്മൾ മാവ് പിടിച്ച് അതെന്ന് വെച്ചാൽ ഇത് എന്ന് പറഞ്ഞാൽ വേറെ ലെവല് സംഭവമല്ലേ. ഈ പച്ചപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ. അപ്പോൾ ഏതായാലും ഈ സുള്ളോട്ടൊന്ന് കയറി നോക്കട്ടെ. ഒന്നും വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. ആ മാവുണ്ട് ക്ഷമ ഇവിടെ. ചോട്ടിലിരുന്ന് ഊനാരട്ടിക്കായിരിക്കും കുറച്ച് കിളികൾക്കും ആടാൻ വേണ്ടിയിട്ട്. അവർക്ക് വീഡിയോ കൊടുക്കാൻ പ്രശ്നമുള്ള ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് പോലെ വീഡിയോ എടുക്കാത്തത്. ഞങ്ങൾക്ക് വേണ്ടി എന്താ ക്ഷമേ, ഞങ്ങൾക്ക് വേണ്ടി എന്താ അറിയോ, പിന്നെ നല്ലോണം ഇല ഉണ്ടാവണേ എന്തെങ്കിലും ഒന്ന്. തണൽ വേണോ? ഞാൻ പറയുമ്പോൾ കായ് ഇല്ലെങ്കിലും പ്രശ്നമല്ല, തണൽ വേണം. ഉണ്ടാവും, പക്ഷെ അതിന് കീസേന്ന് കുറേ പോകും. ചെറിയ രീതിയിൽ പോയാൽ മതി. ചെറിയ പൈസ ഏതാള് അതൊന്ന് കാണിച്ചിരിക്കും. ഏതായാലും നമ്മളൊന്ന് നോക്കാം. ആ സൈഡാ എന്ത് സുഖാലേ, അതാ പറഞ്ഞേ. ഓ അത് റംബൂട്ടാനാ? ആ പക്ഷെ റംബൂട്ടാൻ വേണ്ടല്ലേ. ഏതാ മാവല്ലേ നല്ല റംബൂട്ടാൻ വേണ്ടല്ലോ. ബട്ടർ ഇവിടെ ഉണ്ടാവുമോ? ഇവിടെ ബട്ടറും ഉണ്ടാവുമോ? സാധനം ഉണ്ടാകലുണ്ടോ? ഇതിൽ കായും ഉണ്ടാകലുണ്ടോ? ഇതെങ്ങനെയുണ്ട് ക്ഷമേ? ഇത് ബട്ടറാണോ അല്ലേ? അല്ലെ മാവ് ബട്ടർ രണ്ട് ഓപ്ഷൻ ഉണ്ട്. രണ്ടിലേതും താങ്കൾക്ക് ലോക്ക് ചെയ്യാം. ഏതാ ഓപ്ഷൻ എ മാവ്, ഓപ്ഷൻ ബി ബട്ടർ, ഏതാ വേണ്ടി? ഗുരുജി പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി ബട്ടർ. ബട്ടറിന് എത്ര ആയിട്ട് വരുന്നത്? ഒന്ന് കാണിച്ചേരി. ഇത് 450. പക്ഷെ ഇതെങ്ങനെ നമ്മൾ കൊണ്ടുപോവുക? ആക്റ്റീവ് അല്ല, ബുള്ളറ്റാ. കാർ ആ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് വരാനല്ലേ, അതല്ലേ. ഇത് എത്രയാണ് 450 പറഞ്ഞേ? ഇതിന്റെ ഹൈറ്റ് ഒന്ന് കാണിച്ചിട്ടോ ഈ സെറിന്റെ. 450 ബട്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈസ് ആണ് കേട്ടോ ഉള്ളത്. 450 ഈ ഒരു സൈസ് ഇത് നല്ല ബട്ടർ ആണ്. ഈ ഒരു സൈസ് ഉള്ളത്. ഇതിൽ ഏറ്റവും വലിയ സൈസ് നോക്കി നമുക്ക് എടുക്കാം. പിന്നെന്താ ഇതെന്തായിക്കല്ലോ ആർക്കറിയാം. ഇതെന്താ സാധനം? ഇതും ബട്ടറാ. ഇതിനെത്ര? 450 500 5000 രൂപ 15,000. ഓ ഇത് കായ്ച്ചതാ? ഓക്കെ. പക്ഷെ രമേ നമ്മൾ ഇങ്ങനത്തെ മതിയോ? ഇത്ര മതിയോ? ഇലക്ക തണലുണ്ടാകുമോ? അല്ലാണ്ട് പടർന്നുണ്ടാവുകയൊക്കെ ചെയ്യല്ലോ അല്ലേ? ഉണ്ടാവുമല്ലോ. ഓക്കെ. എല്ലാ പ്ലാന്റ്സും ഈ ബഡ് ചെയ്ത പ്ലാന്റ്സ് ഒക്കെ ഓരോ കൊല്ലം കട്ട് ചെയ്ത് കൊടുത്താൽ അടുത്ത തൈ ഇതിമേല് വേറെ ഉണ്ടാവും തൈ വേറെ എക്സ്ട്രാ ഇമേലെ തെഴുത്തുണ്ടാവുമോ? ഉണ്ടാവുമോ? അതിൻ്റെ ഇപ്പം ഒരു മാവ് കാണിച്ചു തരാന്ന് പറഞ്ഞ് 2 കൊല്ലം കൊണ്ട് കായ്ക്കിനെ എന്തോ ഒരു മാവ് ഉണ്ടോ അല്ലേ? എന്താ കാലാപ്പാനി അല്ലേ എൻ്റെ പേര്? കാലാപ്പാനി. നല്ല മധുരമുള്ള മാവാണല്ലോ. അതുകൂടി ഒന്ന് നോക്കാം. എന്നിട്ട് കാലാപ്പാനി അല്ലല്ലോ, ഡി കാലാപ്പാടി. അപ്പോൾ അതുകൂടി ഒന്ന് നോക്കാം. എന്നിട്ട് ബട്ടർ 2 ഒന്ന് നമുക്ക് എടുക്കാം. അതായത് കാലാപ്പാടി. ഇതില്ലേ? ഇതിനെത്ര റേറ്റ് വരുന്നത് ഈ സൈസിന്? 850 ബട്ടർ തന്നെ എടുക്കുക. ഓക്കെ സെറ്റ് ഫിക്സഡ് ബട്ടർ ഫിക്സ്. സൈസുള്ള തൈ നോക്കിയെടുക്കും.
ഉള്ള വലിപ്പത്തില് സൈസുള്ള അപ്പോൾ നമുക്കുള്ള തൈ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾ കാണിച്ചെടുത്ത ഏതാണ്? നല്ല ആയിക്കോട്ടെ. അപ്പോൾ എടുത്തത് ഇതാണ്. പക്ഷേങ്കിൽ നമ്മൾ ബൈക്കാണ് എടുത്തത്, ബുള്ളറ്റുമേലാണ് വന്നത്. അതിനെക്കൊണ്ട് ഇത് എടുക്കാൻ പറ്റൂല. ഇത് ഞാൻ കുറച്ച് കാറിൽ വന്ന് എടുക്കട്ടോ. എന്നാൽ ഇവിടെ വെച്ചേക്കാം. നമ്മൾ വീട്ടിൽ പോവുകയല്ലേ? എന്നാൽ സെറ്റല്ലേ? എൻ്റെ അന്നപ്പത്തി കുഴങ്ങിയോ? അല്ലോ എന്നാ പോവാ. അപ്പോൾ ഏതായാലും നമ്മൾ വീട്ടിൽ പോയിട്ട് കാണല്ലേ. പോണ പോക്കിൽ കുറച്ച് മീനോടി വാങ്ങിയിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ. ബിരിയാണി ഒക്കെ ഏതാ നല്ലത്? ബിരിയാണി ഒക്കെ നല്ല കേദറുണ്ട്. ആ അടിപൊളിയല്ലേ? ആ പിന്നെ ആവോലുണ്ട്. എന്നാ ഞങ്ങൾ രണ്ടാളല്ലേ? ഞങ്ങൾ രണ്ടാൾക്ക് കണക്കാക്കിയിട്ട് കുറച്ച് ഇത് തന്നോ? നീ നാട്ടിൽ കഴിച്ചു കൊടുത്ത അന്നടുത്ത വീഡിയോ ആണോ? പറഞ്ഞ അങ്ങനെ സംഭവം നിലക്കായി പറഞ്ഞ എന്തെന്ന് അറിയോ? പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നത് വീഡിയോ കാണല്ല. അത് ഞാൻ പറഞ്ഞു ടി ഫാമിലി കാണുന്നത്. കഴിഞ്ഞ വീട്ടിലുള്ള മക്കളെ കാണാനുണ്ടോ അല്ലേ? മക്കളെ അടിപൊളി മക്കൾ പറഞ്ഞു. ഒന്ന് കൊടുപടിക്കാരിക്കാണ് കഴിഞ്ഞാഴ്ച ഇവിടെ കൊണ്ടുവന്നത്. പറഞ്ഞു അപ്പോൾ ഒരാൾ മീൻ ഒരാൾ ഇവിടുന്ന് വാങ്ങാന്ന് വെച്ച് മീനോട് വാങ്ങിയിട്ട് വീട്ടിൽ പോകാമെന്ന് വെച്ചിട്ട്. ഓ 156 150 ബിരിയാണി കണക്കാ. ബിരിയാണി ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വാങ്ങിയതാ പുരയിലെത്തിക്കുന്നത്. നല്ല വെയിലെന്നാട്ടോ. പുറത്തോടി നടക്കണമെന്ന് സമ്മതിക്കാണ്ട് അങ്ങനെ കുഞ്ഞുണ്ട് അല്ലേ? ഞാൻ കുത്തി പിടിച്ചു എങ്ങനെ ഇറക്കൽ ഇങ്ങനെ പിടിച്ചു പോവുക. ആ കയ്യൊക്കെ എടുത്താള് വെയില് കൊണ്ടിട്ടാണ് കേട്ടോ. ആ അപ്പൊ എന്ത് സുഖമുണ്ട്. ഏതായാലും ബട്ടർ ഞങ്ങൾ ഇങ്ങോട്ട് എടുത്തില്ല. എന്നെയും ബട്ടറും കൂടി വണ്ടിമേലെ ഞങ്ങൾ പോയത്. ബൈക്കുമേല് കൊണ്ടുവരാനാവില്ലാന്ന് പറഞ്ഞാൽ പിന്നെ പോയി എടുക്കുക. അതൊന്ന് കുഴിച്ചിരുന്ന ഞങ്ങൾ കാണിച്ചു തരണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നാളത്തെ വീഡിയോയിൽ കാണിക്കാം അല്ലേ? ഇൻഷാല്ലാ നാളെ മറ്റന്നാളും ആയിട്ട്. കാരണം കുയ്യൊക്കെ കുഴിക്കണ്ടേ? നോമ്പല്ലേ? നോമ്പ് ഉച്ച വരെ നമുക്ക് വീഡിയോ ഉണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം ക്ഷീണം ഉണ്ടാവും. രാത്രി എഡിറ്റിങ്ങും നിസ്കാരവും അങ്ങനെ എല്ലാം കൂടി തറാവിയൊക്കെ അങ്ങനെ കഴിയും അല്ലേ? ഉറപ്പല്ലേ അല്ലേ ഷെഫിയെ? ആ മോളെ ഷെഫിയെ ഇല്ലേ? ഷെമിയെ ഇങ്ങനെ വിളിക്കുന്ന ഞാൻ രണ്ടെണ്ണം അധികം വിളിച്ച എപ്പോഴും ഇങ്ങനെ ആവൂല. അപ്പൊ വരുന്നേരം കേദർമീനാട്ടോ വാങ്ങിയത്. നല്ലോണം കൈകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് നമ്മള് ഒന്ന് പൊരിച്ചെടുക്കണം. നമ്മള് കേദർ ഫസ്റ്റ് ടൈം അല്ലേ ബിരിയാണി വെച്ച് നോക്കണേ. അപ്പൊ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു ഗുയ്സ്. അപ്പൊ അതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് മസാല പിടിക്കാൻ വേണ്ടിട്ട് ഒരു അരമണിക്കൂർ മാക്സിമം നമ്മൾ വെക്കണം. അതിൽ കൂടിക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഫസ്റ്റ് ഞാൻ മസാലൊക്കെ ഒന്ന് പുരട്ടി വെക്കട്ടെ. എന്നിട്ട് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ. അല്ല തുടങ്ങണേന് മുമ്പ് റെസ്റ്റ് ക്ഷമിയ. ഇത് പുരട്ടി ഇത് അല്ലാണ്ട് ഇത് വെച്ചൂടാലോ. എന്നാലും ഉണ്ടാക്കണോ അതന്നെ വെക്കണോ? അല്ല ഇനി എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ. അപ്പൊ അതിന് വേണ്ടിട്ട് കുറച്ച് മുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി. നോമ്പ് മറ്റേ വെയിലും കൊള്ളിച്ച് കൊണ്ടുപോകുന്ന അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ക്ഷമി. കാശ്മീർ മുളക് പൊടി. മീനിലൊക്കെ ഒന്ന് നോക്കുക തോന്നുന്നുണ്ടോ എന്തെന്ന് അറിയാൻ വേണ്ടിട്ട്. ഉപ്പൊന്ന് എടുത്തരോ. കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കാശ്മീർ പൗഡർ ആട്ടോ. കാശ്മീർ പൗഡർ അല്ലേ നമ്മളിട്ട് മീനിന്റെ കളർ കിട്ടാൻ കൂടിയാ മീനിന്. കണ്ണിന്റെ മുന്നിലുള്ള ചെറുനാരങ്ങാണോ നീ തപ്പിട് ചെമിയെ? എല്ലാരും ചോദിച്ചു 2 ദിവസം എന്താ വീഡിയോ ഇല്ലാന്ന്. ഇതാണ് ഈ കളി കൊണ്ടാണ് വീഡിയോ ഇല്ലാന്ന് കേട്ടോ. കാരണം എവിടാണ് ഏടാണ് എന്താണ് വെച്ചതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല ക്ഷമിക്ക്. അങ്ങനെ ആയിപ്പോവാ. കുരു അങ്ങ് എടുത്താൽ കുരു വീണൊക്കെ കാണുന്നതായാലും മിക്സ് ആക്കുമ്പോൾ പേസ്റ്റ് ആക്കുമ്പോ കാണൂട്ടോ. ഞാനൊരു ഫുള്ള് ചെറുനാരങ്ങന്റെ നീരെടുത്തിട്ടോ. ഇപ്പൊ ചെറുനാരങ്ങ കലക്കിയ വെള്ളം കിട്ടണ തണുപ്പത്ത് എന്താ സുഖം. ചൂടത്ത് നല്ല തണുപ്പായിട്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അമ്മിമേലിട്ട് ചതച്ചത് കൈകൊണ്ടാക്കാൻ തോന്നുന്നില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടട്ടോ. ഉപ്പ് കൂടിപ്പോയില്ലേ? ഇന്നലെ ഞാൻ മീൻ പൊരിച്ചത് നല്ല ഉപ്പായി പോയി. മതിയാവൂലേ? മതി മതി. ഇന്നലെ ഫുള്ള് ഉപ്പായിട്ട് എനിക്ക് അതായിരിക്കും വെള്ളത്തിന് താൻ കൂടിയെന്ന്.
ഒത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. കൈ കൊണ്ട് പേസ്റ്റ് ആക്കിയാല് അല്ല, കുരുമുളകിന്റെ പൊടിയുടെ പേടിയുള്ളൂ. അപ്പൊ ഇതെങ്ങനെ പരട്ടുക? എന്തായാലും കൈ കൂട്ടേണ്ടി വരും. ചാര വിളിക്കാനായിരിക്കും പരട്ടാന്. ആരെ കൂട്ടാനാ, ആര് വരാനാ? ലാസ്റ്റിന്റെ കരങ്ങൾ വേണ്ടി വന്നു. എന്റെ കരങ്ങളില്ലാണ്ട് ഇവിടെ ഒരു പരിപാടി നടക്കൂല എന്നുള്ളൊരു മട്ടത്തിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാരും ഒന്ന് മനസ്സിലാക്കിയാല് എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നല്ല. അപ്പൊ ഇത് ഫുള്ള് എങ്ങനെ മസാല തേച്ച് വെക്കട്ടെ കേട്ടോ. ഇതിൽ നിന്ന് മീനിൽ നിന്ന് നമ്മള് ഒരു മസാല പറ്റാത്തൊരു 2 കഷ്ണം മാറ്റി വെക്കണേ. നമ്മൾ ചെറിയൊരു ആവശ്യമുണ്ട്. എന്തിനാ? അത് ഒരു പറ്റാത്തവർക്ക് ചുട്ടെടുക്കാനാ. മതി കാണിച്ചു. അപ്പൊ മസാലയൊക്കെ ഞാൻ നല്ലോണം പറ്റി വെച്ച് അരമണിക്കൂറിന് ഫ്രിഡ്ജിനാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ വെക്കാം. അതിലൊന്നതാ 2 കഷ്ണം ഞാൻ മാറ്റി വെക്കാൻ പറഞ്ഞില്ല. ഞാൻ 2 കഷ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഫസ്റ്റിൽ ചോറ് വെച്ചാലും കുഴപ്പമില്ല. അതിന് മസാല റെഡി ആണെങ്കിൽ ഇത് അരമണിക്കൂർ കഴിയണം. എന്നോടൊരു സാധനം ഇതിലേക്ക് ഇടാൻ മറന്നു കിട്ടോ. പരട്ടണേരെ വലിയ ജീരകത്തിന്റെ പൊടി. പ്രശ്നമുള്ള കാര്യമല്ലേ, നമ്മൾ ഇങ്ങോട്ട് വിതറി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്തായാലും ആക്കി. ഏതായാലും എന്റെ കൈമേല് പിന്നെ ആക്കി. ഫ്രിഡ്ജിലേക്ക് വെക്കല്ലേ. അപ്പൊ മീനൊക്കെ പരട്ടി അരമണിക്കൂറല്ല അതിനേക്കാൾ കൂടുതൽ ടൈം. അതിന് മസാല പിടിക്കാത്ത ഇവിടെ ഒരാള് വന്ന് വീഡിയോ കണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാള് വന്ന് അങ്ങനെ കൊറേ സംസാരിച്ചിരുന്നു. അപ്പൊ ഞാനിത് ഫസ്റ്റ് മീൻ പൊരിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ഒരു പാൻ എടുത്തിട്ട് ചെയ്തിരിക്കണം. ഈ പാനൊക്കെ കണ്ട് പാനും ഫേമസ് ആയി. പാന്റെ പൊടിയൊക്കെ കണ്ടിട്ട് ചിരി വരികയും ചെയ്യുന്നു. ഇപ്പൊ കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കും. മതി മതി മതി. എന്തോരോ എന്തൊക്കെയോ ചെയ്യാനല്ലേ അതിലൊക്കെ എടുക്കാം. വെളിച്ചെണ്ണ ആണ്. നമ്മൾ അപ്പുറത്തേക്ക് മസാല റെഡിയാക്കാൻ വേണ്ടി ഉള്ളിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണല്ലോ. അതിന് വേണ്ടിട്ട് ഇപ്പുറത്ത് വേറൊരു പാത്രത്തില് വെളിച്ചെണ്ണ ഇതിലാട്ടെ ഞാൻ മസാല ഉണ്ടാക്കുന്നത്. കൊറേ ചോറ് മാണ്ടട്ടോ. അപ്പൊ പാത്രം ചൂടായി വരുമ്പോക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് നമുക്ക് ഈ ഉള്ളി നല്ലോണം ഒന്ന് ദമ്മിടാനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടോ. ഇതുപോലെ ദമ്മിടാനും വേണം, പിന്നെ വേറെ സാധനത്തിനും വേണം. ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതിനും കൂടി ഇപ്പോഴാക്കി കേട്ടോ. അപ്പൊ ഒക്കെ ശ്രദ്ധിച്ച് കണ്ടോ കേട്ടോ ഗോയ്സ്. ഇതൊരു വെറൈറ്റി ബിരിയാണി വെക്കലാണ്. സംഭവം അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുന്നതാണ് ഷെമിന്റെ പക്ഷം. എന്റെ പക്ഷം നമുക്ക് ഏതായാലും ഞാൻ നോമ്പ് തുറക്കുമ്പോ പറയാം. പക്ഷം നോക്കാം നമുക്ക്. എന്താ വെളിച്ചെണ്ണ പോരായിട്ട് പേടിയായിട്ട് പറഞ്ഞു. ഒഴിച്ചോ ഇനി വെളിച്ചെണ്ണ കുറവ് വേണ്ട. ആ നല്ല ടേസ്റ്റ് വേറെ ഉണ്ട് ഇഷ്ടം പോലെ. ഇവിടെ വെളിച്ചെണ്ണ അല്ലാന്ന് മിണ്ടരുത്. എടാ വെളിച്ചെണ്ണ എടാ, അത് കാണിച്ചു കൊടുത്തിട്ട് മതി. എല്ലാം വലിയ വിചാരിക്കുന്നത് ഞാൻ ബിസ്കനാണെന്ന്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയൊക്കെ പറയും. ഇനി കുറച്ച് കഴിഞ്ഞ് പറയും ബിസ്കനാണ്. നീയൊക്കെ പറയാം. തെളിവ് ഞാൻ കാണിച്ചു തരട്ടോ. ഒരു മിനിറ്റ് മീനൊന്ന് പൊരിക്കാൻ വേണ്ടിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കേദറുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ ബിരിയാണി വെക്കണേ. പിന്നെ പറയാണ് വീണ്ടും ഓർമ്മിപ്പിക്കുക. എന്നും മറ്റേതാണല്ലോ നമ്മൾ വാങ്ങല്. ആഗോലിയാണല്ലോ വാങ്ങല്. അപ്പൊ എന്നെയാണ് ചേഞ്ച് ആക്കി ഇങ്ങോട്ട് വാങ്ങിയതാണ്. അതുപോലെ തന്നെ ബിരിയാണി വെക്കാൻ അടിപൊളിയാണെന്നും പറഞ്ഞു. എന്റെ മോളെ കണ്ടില്ല ഇതാക്കണ. അതിനെ കൊണ്ട് എന്തായാലും വെളിച്ചെണ്ണ കാണിക്കൂ. ഏതാഴ്ച എടുക്കുക ആവശ്യമില്ല. അത് അങ്ങോട്ട് നോക്കി കഴിച്ചാ ഇത്രയും വലിയ കുപ്പിയിലൂടെ വെളിച്ചെണ്ണ ഉണ്ട്. എനിക്കത് പറയും. എനിക്കത് സംസാരിക്കും. വെളിച്ചെണ്ണ അത്രയും തോന്നുന്നുണ്ട്. സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. മീൻ പൊരിക്കൽ തുടങ്ങിയപ്പോഴേക്ക് ഇതിങ്ങനെ വിളക്കി കൊടുക്കട്ടോ. ഫിഷ് ഇതാക്കുന്ന ഒരു ഭാഗം നല്ലോണം കുക്കായി. ഫിഷ് മീമി എന്ന് പറഞ്ഞു. ഇനിയിപ്പൊ ഫിഷ് എന്ന് പറഞ്ഞല്ല വലിയ കിട്ടല. മീമി അപ്പൊ മീമ്പി ഗൈസ് നമ്മൾ ഇതാക്കണ മറിച്ചിട്ട് കൊടുത്ത് അപ്പൊ ഓരോന്നോരോന്നായിട്ട് ആയി വരികയാണ്. ഇത് കുറച്ച് കട്ടിയിലാണ്. ഒന്നുകൂടി കട്ടി കുറയ്ക്കാൻ പറയാം. ഇവരോട്
അത് പക്ഷേ ബിരിയാണി കേസരി കട്ടിക്കാൻ വേണ്ടേ. ആണോ? ഇതിൻ്റെ 2 ഭാഗവും നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓഫാക്കിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റിക്കാം. മീൻ ബിരിയാണി എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് നല്ല താല്പര്യമാണ്. ഉണ്ടാവുമല്ലോ, അതാണ്. അപ്പോൾ ഫിഷൊക്കെ ഇതാ ഇവിടെയൊക്കെ മാറ്റി വെച്ച് ഇതാണ് ഇതിൻ്റെ അടുപ്പ്. കൂടുതൽ കത്തുന്നത് തീയില്ലാന്ന് പറഞ്ഞ ശരി തീയിലൊക്കെ മാറ്റിയിട്ട് വിസ് പുള്ളിയൊക്കെ ഇതാക്കണ വാടി വന്നിക്കണം കേട്ടോ ഗുയിസ്. ഞാൻ ഈ വെളിച്ചെണ്ണ നിങ്ങൾ വിചാരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ മീൻ പൊരിച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഒഴിക്കാറുണ്ടല്ലോ. മതിയല്ലോ, പിന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ആവശ്യം ഉണ്ടാവും, മതി. ഒഴിച്ചോ സീനില്ല. കുറച്ച് മുന്തിരി ഇട്ടെടുക്കട്ടെ. വെള്ളയും ചോപ്പൊക്കെ ഉണ്ട്. വെള്ള 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 അമ്മന്ന ബൾബുകൾ മിന്നി 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 കത്തുമ്പോൾ എന്താ നോക്കണേ പാടും. ഇവരോട് പറയണ്ട, ഞാൻ പാട്ടുണ്ടായി. അതെ അതൊക്കെ അതിനോട് ടൈമില്ലതാ. ടൈമൊക്കെ അതെങ്ങനെയെങ്കിൽ ഞാൻ നേരം ഉണ്ടാക്കുന്നു. ഞാൻ പോയാലേ പണ്ട് ചോദിച്ചു ഇത് പിള്ളയ്യോ പാടുന്നത് ആലോചിച്ചൂടാ. പൊരിച്ച വെളിച്ചെണ്ണല്ലേ അതുകൂടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടേ. എന്നോട് ക്ഷമി ഇങ്ങനെ പറയാം, നമ്മൾ റീൽ ചെയ്യാ, ഡാൻസോ പാട്ടോ അങ്ങനത്തെ റീൽ ചെയ്യാന്ന്. ഞാൻ ആ ഭാഗത്തൊക്കെ പോവില്ല. ഡാൻസ് ഞാൻ കളിക്കട്ടോ, സംഭവം ഞാൻ മാറെ കളി കളിക്കും. പക്ഷെ കളിക്കാൻ അറിയുന്നിടത്ത് ഞാൻ കളിക്കൂ, അറിയുന്നിടത്ത് നോക്കി ഇങ്ങനെ കളിക്കൂ. അല്ലാണ്ട് എന്തായിട്ട് അറിയത്തില്ല. ഫുള്ളേക്ക് ഫുള്ളേക്ക് ഞാൻ ബിസ്കറല്ലാന്ന് വിചാരിച്ചോട്ടെ. എന്നിതാ കുറച്ചുള്ളി ഇതിലേക്ക് ഇടാണ്. ഞാൻ വലിയ 5 ഉള്ളിയാണ് കേട്ടോ ഇട്ടത് എല്ലാത്തിനും കൂടി. ഇതിൽ ഞാൻ കുറച്ച് ഉള്ളി മാറ്റി വെച്ചിട്ട് നമുക്ക് ചോറിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഓണടിയുണ്ട്. ഒന്ന് നോക്കി വരെ. ഈ ഉള്ളിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പിട്ടിട്ടാണെങ്കിൽ പെട്ടെന്ന് വാടില്ല. അതൊക്കെ എനിക്ക് അറിയട്ടോ, അങ്ങനെ ഇടാണ്ടിട്ടതാണ്. ഓർമ്മ വന്ന് ഇങ്ങനെ ഇട്ടിട്ടേന് എനിക്കൊന്ന് ഞാൻ പിന്നെ ടൈമും ഇല്ല നമുക്ക് ബിരിയാണി ആയതുകൊണ്ട്. പിന്നെ ഇത് നല്ലോണം അടിച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കാം. ഉള്ളി വാടുമ്പോഴേക്ക് എന്നെ അപ്പുറത്തുനിന്ന് ചോറ് വെച്ചാട്ടേന്ന് വിചാരിച്ച് ഉള്ളിയൊക്കെ വാടി ഒന്ന് സെറ്റ് ആകുമ്പോഴേക്ക് കുറച്ച് ടൈം എടുക്കല്ലോ. അപ്പോൾ ചോറ് വെന്തിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി കഴിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് വീണ്ടും വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചുള്ളൂ. പക്ഷേ ഇതൊരു 5 ദിവസമൊക്കെ ഇങ്ങനെ വെക്കുമ്പോഴാ ഞാനല്ലോ ഷെമി വെക്കുന്ന കണ്ടു കാട്ടണ്ടേ. എന്താ പറഞ്ഞ വെക്കില്ല വെച്ച് സൈഡ് കഴിഞ്ഞ് വെച്ച് എല്ലോ സൈഡത്തൊക്കെ കൂടി ഞാൻ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ചോറിന് വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്തൊക്കെ വെച്ചിട്ടുണ്ട്. കുക്കറിൽ നമ്മൾ ഉണ്ടാക്കുന്ന ക്ഷമ ചോറ്. അപ്പൊ ഈ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായി, കറാമ്പട്ട, കറാമ്പൂ, വലിയ ജീരകം ഇതിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം വഴറ്റിയതിന് ശേഷം നമ്മൾ ഉള്ളി ഒന്ന് നോക്കി വെക്കും. കൽപ്പിച്ചു കുട്ടിയോട് മാറ്റിയ ഞാൻ വിചാരിച്ച എടുക്കാൻ വേണ്ടിട്ട് ടെസ്റ്റ് കൊണ്ടുപോകുന്ന കഥയില്. കുറച്ച് ഉള്ളി ഇടുക, കുറച്ച് മതിട്ട ഉള്ളി. ഉള്ളിയൊക്കെ വാടി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളമായിട്ട് ഒഴിക്കുന്നത്. ഈ കപ്പിന് 3.5 കപ്പ് അരിയാട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലെ വെള്ളം അത് ആവശ്യം എത്രയാണോ അതിനനുസരിച്ച്. നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഇപ്പോൾ എല്ലാവരും വെക്കുന്നതും കൂടെ അത്യാവശ്യം എല്ലാവർക്കും അറിയാം. ഇനി വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിലേക്ക് അരിട്ട്
ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ്. പിന്നെ ഇത് കരിയാണ്ട് നോക്കണം കേട്ടോ. മസാലയൊക്കെ നമ്മൾ വെച്ച സാധനം കരിയാണ്ട് നോക്കിയോ വേണ്ട അതിൻ്റെ അടുക്ക്. അപ്പൊ കുറച്ച് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുക. നമ്മളെ വെള്ളം നല്ലോണം തെളിച്ച് വരുന്നുണ്ട്. ഏതാ അതിങ്ങനെ കോരിട്ട് കൊടുക്കുക. ആരും ഇട്ട് കൊടുക്കുന്നുണ്ടോ? കുറച്ച് വെക്കോടുക്കട്ടേക്ക് ഒന്നും പരിക്ക് പറ്റണ്ടേ. സാധനമാണ്. അല്ല നീ തെറപ്പിക്കും മോളെ. നീ അല്ലെങ്കിൽ ഇട്ടുകൂടിയൊക്കെ ചെയ്യും ഇങ്ങോട്ട് തെറിക്കാൻ വേണ്ടിട്ട്. നീ ഒരു ചെറിയ സൈക്കോ ആണ്. അപ്പൊ അരി ഞാൻ ഫുൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചും ചതുക്കി വെച്ചിരിക്കാം മസാലക്ക്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റ് ഇഞ്ചി ഇത് ചതുക്കിയ പോയി അതിന് സ്മെല്ലോ എന്താണ് കുറച്ച് മിൽമ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി അവസാനമായിട്ട് അതായത് ഫൈനലി എന്നൊന്ന് പറഞ്ഞാൽ ചെവിക്ക് തിരിയൂല. കുറച്ച് തിരിയേ മനസ്സിലാവില്ല. കുറച്ച് ബിരിയാണി മസാലയും കൂടി ഇട്ടെടുത്തിട്ട് നമ്മൾ കുക്കർ അടിച്ചു വെക്കട്ടോ. നമ്മളെ ഉള്ളി ഉണ്ടായി നോക്ക്. ഇങ്ങനെ പേടിയില്ല. ക്യാമറ പേടിയല്ല. എന്റെ ബേസിന് ഇതാ പറ്റി കഴിഞ്ഞാൽ എനിക്ക് സീലിൽ വരണ്ടല്ലേ. പറ്റിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞോണ്ട് ഇങ്ങനെ പറ്റി കടിക്കാണ്. കരുന്നാവാ. ഉള്ളി ഇതാ നല്ലോണം വാടിക്കണേ. ഞാനേ കുക്കർ എടുത്തിനായിട്ട് മറ്റേ കരണ്ടിന്റെ അടുപ്പത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഇവിടുന്ന് തട്ടിപ്പോകുന്നുള്ള പേടി കൈ. പിന്നാണെങ്കിൽ ഗ്യാസ് തീരെ തീ കൂടി കൊണ്ടുണ്ട്. നമ്മൾ ബർണറിനെന്തോ തകരാറുണ്ടോ തോന്നുന്നു. ഇത് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഒന്നിച്ച് ചതുക്കിയതാട്ടോ. കുറച്ചായത് കൊണ്ട് മിക്സിയിൽ നല്ലോണം അങ്ങോട്ട് ചതുങ്ങി കിട്ടൂല. ഒരു 5 പച്ചമുളക് ഞാൻ എടുത്തില്ലേ. എരിവില്ല. 5 പച്ചമുളക് അധികം എരില്ലാത്ത പച്ചമുളകാണ്. ഇത് നല്ലോണം ഒന്ന് ഇതിലൊന്ന് വാങ്ങിക്കോട്ടെ. നമ്മൾ 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2-3 മിനിറ്റ് ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും ഞാൻ നല്ലോണം ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മസാലകളൊക്കെ ദേഷ്യം ഉണ്ടാണ്ടായി പോയത് ഒന്നുമില്ല. വേറെ കുറച്ച് പരിപാടികളോട് ഇടയെ കുറിച്ച് ചെയ്യാണ്ടിരിക്കും. കുറച്ച് ബിരിയാണി മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല. ഇപ്പൊ നമ്മൾ ആദ്യം ഫസ്റ്റ് തന്നെ ഉള്ളിയിൽ ഇട്ടീനല്ലോ കൊണ്ട് ഇതിന്റെ ആവശ്യം ഉണ്ടാവില്ല. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടാലോ. കുറച്ച് തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ്. ഇതിന് ശേഷം ചെറുനാരങ്ങ കുരുവൊക്കെ പൂക്കിച്ചിട്ട് കുരുവിന് പ്രശ്നം വരില്ല. ചെറുനാരങ്ങന്റെ നീര് ഒഴിച്ചെടുത്ത് ഇപ്പൊ നമ്മളെ കുക്കർ ഫിസിലടിക്കുന്ന 1 ഫിസിലാട്ടോ അടിഞ്ഞ നോക്കി വയ്ക്കാണ്. സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. അപ്പം നമുക്ക് നേരത്തെ എടുത്ത് വെച്ച മീനുണ്ടല്ലോ അതൊന്നും ഇതിലേക്ക് ഇടാൻ അവർ വേവാനുള്ളൊരു വെള്ളം ഇതിലേക്ക് മീൻ വേവാനുള്ള വെള്ളം ഇതിലേക്കും കുറച്ച് നെയ്യ് ഒഴിക്കാം. നല്ലൊരു ടേസ്റ്റ് കേട്ടോ നെയ്യ് ഒഴിച്ചാൽ മസാലയൊക്കെ അല്ലേ. സെറ്റ് സൗണ്ട് വേണം. സോറി. ഈ മീൻ ഇതിലേക്ക് ഇതിന് വെന്ത് പൊടിഞ്ഞു പോയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. കാരണം നമുക്ക് വേറെ ഉണ്ടല്ലോ ഇതിൽ ഒരു മസാലക്ക് മീൻ്റെ ചോവ കറക്റ്റ് കയറാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. കുറച്ച് മല്ലിയില പുതിനൻ്റെ ഇല. സൗണ്ടില്ല. മല്ലിയിലയും പുതിനൻ്റെ ഇല നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് കുറച്ച് സ്മെല്ല് വന്നാച്ചടാ ഷമി.
ഈ സമയത്ത് നിങ്ങൾ നാളെ തന്നെ ഓർക്കട്ടോ ബിസ് നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഈ സ്മെല്ല് വരുന്ന സമയത്ത് നിങ്ങൾ ഓർക്കണം. പറഞ്ഞു കാണത്തില്ലേ. ഇനി നമ്മളിത് ഒരു 5-10 മിനിറ്റ് 10 മിനിറ്റ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. നമ്മളെ മസാല ഒക്കെ ഇതാക്കണം, നല്ലോണം എണ്ണയൊക്കെ ഇറങ്ങി ചടി പിടിച്ച് വരുന്നുണ്ട് അല്ലേ. സമയത്ത് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ഉള്ളി മാത്രം കേട്ടോ, ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടാണ്ട് ഉള്ളി മാത്രം ഒന്ന് ഇതിൽ ഇട്ടുകൊടുക്കുക. ഇട്ടാല് വേറൊരു ടേസ്റ്റാണ്, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇട്ടാല് നല്ല അടിപൊളിയാണ്. കൂടി ഒന്ന് ഇതൊക്കെ ഇറക്കി നോമ്പൊന്നും അല്ലെങ്കിൽ ഒന്ന് ഉപ്പ് നോക്കാൻ ആകെയൊക്കെ ഒന്ന് പൊടിക്കിന് ചോറ് നോക്കി നോക്കട്ടെ. അപ്പൊ ചോറ് ഇതാക്കുന്ന കുക്കറിൽ നല്ലോണം പാകത്തിന് വേവായിക്കണം കേട്ടോ. നിങ്ങളൊക്കെ വിചാരിക്കും ഇത് മതിയോ നമുക്ക് റൈസ് എന്നൊക്കെ. ഓ തന്നെ തിന്നേക്കും ഉച്ചക്കേക്കും ഒക്കെ തന്നെ അത് മതി. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഇങ്ങനെ ഇതിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ സൈഡിലേക്ക് നിരത്തി കൊടുക്കുക. അപ്പൊ നമ്മൾ മീനൊക്കെ ഇതാക്കണ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഗുയ്സ്. ഇനി നമ്മൾ ഇതിലൊക്കെ ചോറ് ദം ചെയ്യാൻ ജസ്റ്റ് ഈ മസാലകളൊക്കെ ഒന്ന് മീൻ പൊടിഞ്ഞു പോകാണ്ട് ഒന്നിങ്ങനെ കൂട്ടി കൊടുക്കുക. ദം ചെയ്യട്ടോ. നമ്മള് വാക്കുകളൊന്നും വരുന്നില്ല. നല്ല ചോറിങ്ങനെ ഇട്ട് കൊടുക്കുക. നല്ല ക്ഷീണുണ്ട് കേട്ടോ, കാരണം രാവിലെ നമ്മൾ ചെടി വാങ്ങാൻ വെയിലത്ത് പോയല്ലോ, പിന്നെ തീരെ ക്ഷമിക്കാൻ പറ്റിയില്ല തോന്നുന്നു. അതിൻ്റെതായിട്ടുള്ള ഫാൾട്ടുകൾ ക്ഷമി കുറെ പറയുന്നുണ്ട് എന്നോട്. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മൾ ദമ്മിടാൻ വേണ്ടി വെക്കുകയാണ്. ഇനി നമ്മൾ ദമ്മിങ്ങിലേക്കുള്ള ഫസ്റ്റ് റൗണ്ട് ഫസ്റ്റ് റയർ ഇല്ലേ, ഫസ്റ്റ് റയറിന് ഫസ്റ്റ് ലെയറിന് ഫസ്റ്റ് ലെയർ ഞാൻ ഇനിയുണ്ട് എല്ലാത്തിലും ഇനിയുണ്ട് എന്നൊക്കെ പറഞ്ഞാലോ. ബാക്കിയുള്ള ചോറും കൂടി ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ എല്ലാം കൂടി എടുത്തേറാ ലാസ്റ്റ് ഫൈനൽ ആവുമ്പോ കൊയങ്ങാ പിന്നെ എനിക്ക് ഇങ്ങനെ തന്നെ. ബാക്കിയുള്ള അണ്ടി വെളുത്തുള്ളി നമ്മൾ സെറ്റാക്കിയിട്ട് സാധനങ്ങളൊക്കെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ലോണം അടിച്ച് വെച്ച് നോമ്പ് തുറക്കാൻ നേരം മാത്രം തുറക്കാൻ എടുത്ത കാര്യം വരരുത്. എന്നോട് അറിയണ്ട. ഓക്കെ ഗയ്സ്, ഇനി നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ടേബിൾ വന്നാൽ കാണാം ഇല്ലേ ഷെമിയെ? ഷെമീനതാ അല്ല ഐശുവിനതാക്കുന്ന അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന ബാങ്കല്ലേ കൊടുക്കണേ. ഇതാ സാധനങ്ങൾ ഓരോന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഐശു എവിടെ ഇരിക്കണേ? എവിടെ ഒന്ന് ഇരുത്തുന്നാലോടാ? ഇവിടെ കസാരമേരിക്കില്ലേ? അതാ മോളെ തൊട്ടിക്കണ പിടിച്ചിക്കണ. ഓ നമ്മളെ ബിരിയാണി ഇന്ന് നമ്മളെ സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ. നമ്മളെ ഇന്നത്തെ ഹൈലൈറ്റ് ബിരിയാണിയാണ്. അല്ല കിട്ടില്ല ബിരിയാണി ഗയ്സ്. ഓ ഐശു അമ്മയെ നോമ്പ് പറഞ്ഞില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാർക്ക് വാങ്ങുമ്പോൾ ഈ ടൈപ്പ് കാർക്ക് എനിക്ക് വേണ്ട. ഇത് വേറെ എല്ലാ ഓരോ കാർക്കും ഓരോ ചോല ഓരോ ടേസ്റ്റാണ് ഓരോ കാർക്കും രസമുണ്ട്. ഇനി വേഗം ഒന്ന് ബിരിയാണിന്റെ പറഞ്ഞാൽ സമാധാനമായി. ഷെമി പറയുന്ന അത്രയും ടേസ്റ്റ് ഉണ്ടാകും ബിരിയാണിക്ക്. അതാണ് അവൾ ആകാംക്ഷയോടെ അതിൻ്റെ പ്രതികരണം കാത്തിരിക്കുകയാണ് ഓള്. കാരണം ഓള് ഗ്യാരണ്ടിയാണ്. അല്ല ഗ്യാരണ്ടി അല്ലേ? ഗ്യാരണ്ടി ഒക്കെ പറഞ്ഞാലോ എല്ലാം എന്നെ വെച്ചാ ലോൺ എടുക്കണ ഇനിയല്ലേ മെയിനായിട്ടല്ലല്ലോ മൂത്താരെ ബഹുമാനിക്കുകയാണ്. ഈ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളല്ലോ. ഭത്ത കണ്ടു മമ്മ വേറെ ഭത്തൊക്കെ എടുത്ത് വെച്ചാണ്. ഇനി അവിടെ പോയതായിരുന്നു. ഇനി അവിടെ പോയിനോ? അജിഖാൻ്റെ പോയിനോ? അജിഖാൻ്റെ പോയിനോ? ബാബിൻ്റെ അവിടെ പോയിനോ? നോമ്പ് എടുക്കാനുള്ള സാധനം കൊണ്ടുപോകാൻ
ഉമ്മ ഉണ്ടാക്കിക്കാനോ ഷാലൂനുള്ള സാധനങ്ങൾ അവിടെ ആരും ഇല്ല അവരമ്മയൊക്കെ പുറത്താണല്ലോ അപ്പോൾ പിന്നെ ഷാലൂന്ന് എന്താ പറയുക ഷാലൂന്ന് മടിയട്ടാ അങ്ങനെ ഉമ്മ ഉണ്ടാക്കി കൊടുത്താണ്. ഷാലുവിന്റെ ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് ടേസ്റ്റ് ഉള്ള എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന്. ഷാലു ഉണ്ടാക്കൂല അതാ പ്രശ്നം. എന്തെങ്കിലും ടേസ്റ്റ് അറിയോ ഷാലു ഉണ്ടാക്കുന്ന ഫുഡ് സൂപ്പറാ. ഓ ഒന്ന് ക്ലാസ് ഫോട്ടോ ഒക്കെ എടുത്ത് വരിക കാണണ്ട കാഴ്ച സൈഡ് കൊടുക്കുന്നുണ്ട് ഫോട്ടോ അല്ലേ. പക്ഷെ ഇവള് മാത്രം തോന്നു വേറെ എല്ലാവരും നല്ലോണം വെള് എപ്പോഴും ഫോട്ടോന്റെ മുന്നേ നിൽക്കണ വെള് മാത്രം തോന്നു. എന്നാലും വണ്ടിയില്ല കാണാലോ ചോറ് എടുത്തിട്ട് പത്തക്കമ്മ തുടങ്ങിയാ പിന്നെ നിർത്തൂല. ഇതാണ് അവസ്ഥ. പിന്നെ തിന്നാൻ അറിയാണ്ട് ഇങ്ങനെ കഴിച്ച് മുന്നേറി പോയി പോകും. കട്ട് ചെയ്ത് കൊണ്ടുപോകൂല. ഇപ്പൊ ഷെമി ഇതാക്കുന്ന ബിരിയാണിന്റെ റിവ്യൂ കിട്ടാൻ എനിക്ക് എന്തോ ആകുണ്ടോ ഷെമി? എന്നാ പിന്നെ എനിക്ക് തുടങ്ങാന്ന് വിചാരിച്ചിട്ടാണ്. മീനൊന്നും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. ഫ്രഷ് ആയിട്ടല്ല ഫുള്ളായിട്ട് ഫ്രഷ് ആയിട്ട്. ഷെമിന്റെ തൈരയുടെ അച്ചാറിടാ. അച്ചാർ ഇതാക്കണം മുമ്പിടാ. അച്ചാർ മുമ്പിടാ കുറച്ച് മതി അച്ചാറ്. തൈര് കുറച്ച് തോന്നാൻ കേസില്ല. അച്ചാറൊക്കെ കൂട്ടുന്നവർ കുറച്ച് കൂട്ടിക്കോളാൻ വേണ്ടിയിട്ട് എന്നാൽ കുറേ കാലം നമുക്ക് അച്ചാറൊക്കെ കൂട്ടി കഴിക്കുക. ഫിഷ് ഫിഷും തൊട്ടൊക്കെ വെന്ത് വേവ് നോക്കുക. ഫിഷിനെ വേവ് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കറിയാലോ. ഫിഷ് പെട്ടെന്ന് വേവുമല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാൻ. ഇപ്പം എന്തോരം കുറ്റം പറയും. കുറ്റം പറയാനൊന്നുമില്ല, അടിപൊളിയാണ്. കാരണം ഇപ്പൊ നോമ്പായതുകൊണ്ട് ഇന്നലെ നഗറ്റ്സിൽ ചിക്കൻ നഗറ്റ്സിൽ കുറച്ച് ഇഞ്ചി കൂടി പോയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചെന്ന് അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ കഴിച്ചത്. അതാ ഞാൻ കുറച്ച് ടൈം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് എന്താന്ന് കറക്റ്റ് പറയണല്ലോ. എന്നിട്ട് അതൊന്നുമില്ല പൊളിച്ച്. ബീഫ് കറി എന്താ ഉണ്ടാക്കിയോ മസ്റ്റാണ് ഇതും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ അങ്ങനെ അതിനെ കൊണ്ടായിരിക്കും അല്ലേ. ചോർമ തന്നെ ഇതിന്റെ ടേസ്റ്റ്, ആ മസാല ടേസ്റ്റ് ചോർമ തന്നെ വരുന്നുണ്ട് അല്ലേ സംഭവം.